ഇന്നും ലേറ്റായി. ശ്വേത, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? ഞാൻ ഇപ്പൊ തന്നെ ലേറ്റാണേ. ഓ, ബ്രേക്ക്ഫാസ്റ്റ് ഇനി റെഡിയായില്ലേ ശ്വേത? കഴിഞ്ഞു. എന്തു പറ്റി ശ്വേത? എന്തു പറ്റി? ചൂടുള്ള പാത്രത്തെ തട്ടി ഇവരുടെ കൈയൊന്ന് പൊള്ളി ഡോക്ടർ. ടൂത്ത് പേസ്റ്റ് തേച്ചാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടില്ലേ ഡോക്ടർ? ഞാനൊന്ന് നോക്കട്ടെ. ഭാഗ്യത്തിന് അധികം ഒന്നും സംഭവിച്ചിട്ടില്ല. ടൂത്ത് പേസ്റ്റ് തേച്ചതുകൊണ്ട് പൊള്ളലിന് ആശ്വാസം കിട്ടുമെന്നത് ശരിയല്ല. പൊള്ളലേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് പൊള്ളലേറ്റ ഭാഗം ഇതുപോലെ ഒഴുകുന്ന വെള്ളത്തിനടിയിൽ ഒരു 5-10 മിനിറ്റ് നേരം വെക്കുക എന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഐസ്, നെയ്യ്, ടൂത്ത് പേസ്റ്റ് ഇവയൊന്നും പൊള്ളലേറ്റ ഭാഗത്ത് വെക്കരുത്. നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയോ ചെയ്യരുത്. അതുപോലെ തണുത്ത വെള്ളത്തിൽ പൊള്ളലേറ്റ ഭാഗം കഴുകരുത്. പച്ചവെള്ളമാണ് നല്ലത്. വേറെ എന്താണ് ഡോക്ടർ ഫസ്റ്റ് എയ്ഡ്? നല്ലവണ്ണം കഴുകിയതിനു ശേഷം സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. ഫർദർ ചെക്കപ്പിന് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നോളൂ. ഞാൻ അവിടെ ഉണ്ടാവും. മേ കം ഇൻ ഡോക്ടർ? രാഹുൽ, വരൂ. ഇതുപോലുള്ള നിസ്സാരമായ പൊള്ളലുകൾക്ക് സിൽവർ സൾഫഡൈസിൻ ഓയിൻമെന്റ് പുരട്ടിയാൽ മതി. ഏതുതരം പൊള്ളലുകളെയാണ് ഡോക്ടർ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്? അതായത് കുട്ടികൾക്ക് ശരീരത്തിന്റെ 15% അതിലധികമോ, മുതിർന്നവർക്കാണെങ്കിൽ ശരീരത്തിന്റെ 20% അതിലധികമോ പൊള്ളലേറ്റാൽ അത് ക്രിട്ടിക്കലാണ്. അപ്പോൾ ഡോക്ടർ, ഈ ആവി തട്ടിയാലുള്ള പൊള്ളലുകൾ സാരമാക്കേണ്ടതുണ്ടോ? ആവി തട്ടിയുണ്ടാവുന്ന പൊള്ളലുകൾ സാധാരണ പൊള്ളലുകളേക്കാൾ അപകടകരമാണ്. അത് നമ്മുടെ ശ്വാസകോശത്തെ വരെ ബാധിക്കും. ഡോക്ടർ, ഈ കെമിക്കൽ ബേൺസ് എന്ന് പറയുന്നത് ഏതു തരം പൊള്ളലുകളെയാണ്? ആസിഡ് തട്ടിയുണ്ടാവുന്ന പൊള്ളലുകളാണ് കെമിക്കൽ ബേൺസ്. ഇത് പുറമേ കാണുന്നതിലും ശക്തിയുള്ളതായിരിക്കും. ഇതുപോലെ അപകടകരമായ മറ്റൊരു പൊള്ളലാണ് ഇലക്ട്രിക് ഷോക്ക് കൊണ്ടുണ്ടാവുന്ന പൊള്ളൽ. പൊള്ളലേറ്റാൽ ഉണ്ടാകുന്ന കുമിളകൾ പൊട്ടിക്കുന്നത് നല്ലതാണോ? കുമിളകൾ ഒരു കാരണവശാലും പൊട്ടിക്കരുത്. അതുപോലെ നനഞ്ഞ തുണി വേണമെങ്കിൽ പൊള്ളലേറ്റ ഭാഗത്ത് വെക്കാം, പക്ഷെ കെട്ടരുത്. താങ്കളുടെ വിലപ്പെട്ട ഉപദേശങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഏതുതരം പൊള്ളലും ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ മിംസിന് ഒന്നേ പറയാനുള്ളൂ: ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക, വളരെ നന്നായി ശ്രദ്ധിക്കുക.